വല്ലാത്തൊരു അഡ്വഞ്ചർ. കൈ തന്നോ? കൈ കൊടുക്കും മാമ, കൈ കൊടുക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിലാണ് താമസിച്ചിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അവർ താമസിച്ചിരുന്ന അതുപോലൊരു ഗുഹയിൽ ഇന്ന് നമുക്ക് താമസിക്കാൻ ഒരു ചാൻസ് കിട്ടിയുള്ള ഒരു അവസ്ഥ എന്താ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നുള്ളത് മൂന്നാറിലുള്ള കല്ലടന്തി കേവ്സിലാണ്. അപ്പോൾ ഇവരുടെ കേവ് സ്റ്റേ നമ്മൾ എടുത്തിരിക്കുകയാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹ ഇപ്പോഴും നാച്ചുറലായിട്ട് അതുപോലെ തന്നെ നിലനിർത്തി നമുക്ക് ഇവിടെ ഒരു സ്റ്റേ ഓപ്ഷൻ ഇവർ തരികയാണ്. മൂന്നാർ ബൈസൺ വാലിയിലുള്ള ഇന്ദ്രിയ കല്ലടന്തി കേവിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. റിസപ്ഷനിൽ വന്നപ്പോൾ നമുക്കിത് ഈ ഒരു ബ്രോഷർ തന്നു. ഇതിൽ ഇവിടുത്തെ കേവ് സ്റ്റേനെ കുറിച്ചും അതേപോലെ തന്നെ കല്ലടന്തി ഗുഹയെക്കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് റിസ്ക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡിക്ലറേഷൻ ഫോമിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കയറാൻ. നമ്മുടെ പേപ്പർ വർക്കും ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നമ്മളിനി അകത്തേക്ക് കയറാൻ പോവാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളെന്ന് നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, കിഡിലൻ ആംബിയൻസ് ആണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഇതൊക്കെ കാണാൻ. നമ്മൾ ഇവിടെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ കല്ലടന്തി കേവിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രൂപമൊക്കെ ഇതിൻ്റെ എൻട്രൻസിൽ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി നാച്ചുറൽ കേവാണ്. ഏകദേശം 300 മീറ്ററോളം നീളമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു കേവാണിത്. കഷ്ടിച്ച ഒരാൾക്ക് മാത്രമേ നടന്നു പോകാൻ പറ്റുന്നുള്ളൂ. അത്രയും ചെറിയൊരു എൻട്രൻസ് ആണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കുനിഞ്ഞൊക്കെ പോകേണ്ട അവസ്ഥയാണ്. ഗുഹയുടെ പുറത്ത് നമ്മളൊരു ചെറിയ അരുവി കണ്ടില്ലേ, അതിലെ വെള്ളമാണ് ഗുഹയുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ അകത്തേക്ക് കയറുന്നതോറും ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഗുണ കേവിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലും ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ആംബിയൻസ് ഇല്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അதையும் தாண்டி புனிதமான വയറാണ്, പേടിക്കണ്ട. ഒരു ടെസ്റ്റ് ഉണ്ട്, തിരിച്ചാ മതി. അതിനെ പോകണം തോന്നുന്നു. അല്ല ബ്രദർ, എവിടെ വഴിയുണ്ട്? അപ്പോൾ ഇതൊരു സർക്കുലർ ട്രക്കിംഗ് ആണ്. നമുക്കിത് എവിടെ ആരോ മാർക്ക് ഉണ്ട്, ഇത് പിടിച്ചങ്ങോട്ട് പോയാൽ മതി. ബ്രദറെ ഇതവിടെ ആരോ ഉണ്ട് ചിലപ്പം ടാസ്ക് ഉണ്ട്. മെല്ലെ ഫോണില്ലേ, ഫോണ് ലൈറ്റ് ഇല്ലേ? പതുക്കെ വന്നാ മതി കേട്ടാ. പതുക്കെ 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 കുഞ്ഞി ബ്രദറെ പറ്റില്ല. കൈ തന്നോ? കൈ കൊടുക്കും മാമ, കൈ കൊടുക്കും. വല്ലാത്തൊരു അഡ്വഞ്ചർ.
ചെറിയ കല്ലുമ്പോ ചവിട്ടണ്ട. എല്ലാരും സ്റ്റോപ്പ് ചെയ്യണേ. ഇതൊക്കെയല്ലേ എൻ്റെ ഒരു ബ്യൂട്ടി. ഈ കാണുന്ന ചെറിയ ഓപ്പണിങ്ങിലൂടെയാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറി വന്നത് കേട്ടോ. സംഭവം എന്തായാലും കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സുഖമായിട്ട് കയറി വരാവുന്നതേ ഉള്ളൂ. കേവ് ട്രെക്കിംഗ് മാത്രമല്ല കേട്ടോ, ഇവിടെ അതല്ലാതെയും ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് പ്രോപ്പർട്ടിയുടെ അകത്തന്നെയുള്ള ഈ വലിയ കുളത്തിലുള്ള കുട്ടവഞ്ചി സവാരി. ഇതുകൂടാതെ ഹാങ്ങിങ് ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ്, സിപ്പ് ലൈന്, സ്കൈ സൈക്ലിംഗ്, ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിൽ പിടിച്ചില്ലെങ്കിൽ ഇതിൽ കൊടുത്തില്ലെങ്കിൽ ഫ്രണ്ടില് ഇത് ഇടയിൽ സ്റ്റക്കായ കൊണ്ടുവരാനൊന്നും വഴിയുണ്ടോ? പറ്റൂല്ലേ? ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ്. ഈ കാണുന്ന പാറയുടെ ഉള്ളിലാണ് ഇന്ന് നമ്മുടെ സ്റ്റേ. അപ്പോൾ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് അഡ്വഞ്ചറസ് സ്റ്റേയിലേക്ക് പോവുകയാണ്. ഇത്തവണ മൂന്നാറിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കല്ലടന്തി കേവ് ഞാൻ കണ്ടത്. മൂന്നാറിൽ ഇതല്ലാതെയും കേവ് സ്റ്റേ ഓപ്ഷനൊക്കെ കണ്ടു, പക്ഷേ ഇത് കുറച്ചുകൂടെ റോ ആയിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. കല്ലടന്തിയിൽ 2 ഗുഹയാണുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ ട്രെക്ക് ചെയ്ത് പോയ ആ ഒരു ഗുഹയാണ്. രണ്ടാമത്തത് ഈ കാണുന്ന ഗുഹയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. ഗായ്സ്, ഇന്ന് ഇതിനകത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കട്ടിൽ നോക്കിയ കരിങ്കല്ല് കൊണ്ടുള്ള കട്ടിലാണ്, പ്ലസ് ബെഡ് അതിൻ്റെ മേലെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ ആയിട്ട് വരുന്നത്. താഴെ ഒരു തവളയൊക്കെ ഉണ്ട്. തവള അല്ലാതെയും ഒരുപാട് ആശാമാർ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ കേവ് ആണ്. അതുകൊണ്ട് ആരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാട്ടോ ഈ ഒരു കേവ് ഉള്ളത്. നമ്മൾ വെറും 2 പേരാണ് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ 5-6 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്ര വിശാലതയിലാണ് ഈ ഒരു കേവ് ഉള്ളത്. അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്, എക്സ്ട്രാ ബെഡ്സൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത്. പിന്നെ നോക്കിയാൽ പാറയുടെ ഉള്ളിൽ കൂടെ വേരിറങ്ങിയിരിക്കുകയാണ്. നാച്ചുറലായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെ ഉള്ളിലുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇതിനകത്ത്. പിന്നെ ഈ വീഡിയോയിൽ കിട്ടാത്തൊരു സംഭവമുണ്ട്. ഈ ഗുഹയ്ക്കൊരു മണമുണ്ട്. അത് നമ്മളൊരു 100-100 വർഷം പുറകോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ആംബിയൻസ് ഈ ഗുഹയുടെ മണം നമുക്ക് തരുന്നുണ്ട്. തങ്കയ്യ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധ കള്ളൻ വർഷങ്ങൾക്ക് മുമ്പ് ഒളിത്താവളമായി ഉപയോഗിച്ചിരുന്ന ഒരു ഗുഹയാണിത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ ഇത് കണ്ടുപിടിക്കുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്നത്തെ രൂപത്തിലാക്കി തീർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റിയും ബാത്റൂം ഫെസിലിറ്റീസും ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഈ ഗുഹയുടെ ആ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമൊക്കെ നോക്കിയാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എന്നാൽ ആ ഗുഹയുടെ ഒരു ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഗുഹയായാലും ബാത്റൂം ആയാലും ഒക്കെ ഇവർ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു ഗുഹയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ജീവികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒച്ചായാലും തവളയായാലും അങ്ങനെയുള്ള ജീവികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്ന ഫാമിലിക്ക് ഇത് എത്രത്തോളം സ്യൂട്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഫ്രണ്ട്സ് ഗ്യാങ്ങായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇതൊക്കെയാണ് കല്ലടന്തി കേവ്സിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു ഗുഹയെ പറ്റി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.